തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിക്കൊണ്ടാണ് ദീപാങ്കർ ഭട്ടാചാര്യ ചൂണ്ടിക്കാട്ടുന്നത് 3 ലക്ഷം വോട്ട് കൂടുതലാണ് മൊത്തം വോട്ടർമാരെക്കാൾ. 66.8% പോളിംഗ് ആണെങ്കിൽ ഈ 7,45,00,000 വോട്ട് പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ 3 കോടിയും കള്ളവോട്ടാണെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇത് നിങ്ങൾ സമയത്ത് ചൂണ്ടിക്കാട്ടുന്നില്ല. ഈ പ്രശ്നം ഇന്നല്ലല്ലോ, ഇന്ന് ദീപാങ്കർ ഭട്ടാചാര്യ അല്ലല്ലോ ചൂണ്ടിക്കാട്ടേണ്ടത്. അജിംസെ, ഇത് ഞാൻ പറയട്ടെ, ഈ കണക്കുകൾ പുറത്തു വരുമ്പോൾ മാത്രമേ ഇത് പഠിക്കാനും പറയാനും സാധിക്കുള്ളൂ. നോക്കൂ, മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താ? മഹാരാഷ്ട്രയിൽ അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ അല്ലെങ്കിൽ അവിടുത്തെ അഡൾട്ട് പോപ്പുലേഷനേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തു എന്നാണ് വന്നത്, ഇല്ലേ? അപ്പം മഹാരാഷ്ട്രയിൽ എങ്ങനെയാണ് ഇത് അട്ടിമറിക്കപ്പെട്ടത്, അതേ രീതിയിൽ ഇന്ന് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെടും എന്നുള്ള കോൺഗ്രസിൻ്റെ ആരോപണത്തിന് അടിവരയിടുന്നതാണ്. അതുകൊണ്ടാണ് ഇത് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. ഇത് ഇവിടെ നടക്കുന്ന അട്ടിമറിയെ സംബന്ധിച്ച് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അവിടെ കോൺഗ്രസിന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. ഗഡ്ബന്ധന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടായിട്ടുണ്ട്. 11ഓളം നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. ഇപ്പോൾ വോട്ട് ചോരിയുടെ സമയത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ നമ്മുടെ തേജസ്വി യാദവും ഒരുമിച്ച് നടത്തിയൊരു പോരാട്ടം സീറ്റ് വിഭജനത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായോ എന്ന് വെച്ചാൽ അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 10,000 രൂപ കൊടുക്കുന്ന അത് നോക്കൂ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൊടുക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് അത് ഒരു തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാൻ എത്രമാത്രം സാധിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പല ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പുകളായി ഇന്ന് രാജ്യത്ത് മാറുന്നു. അതിന് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല. ഇപ്പോൾ ബീഹാറിലുണ്ടായിട്ടുള്ള ഈ കണക്കിലെ പൊരുത്തക്കേട് ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണ്. അങ്ങ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് അങ്ങ് തന്നെ പറഞ്ഞു 10,000 രൂപ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്തത് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ടാകാം, അതൊരു ഘടകമായിരിക്കാം. ഓക്കെ. രണ്ടാമത് ഈ സീറ്റ് ഷെയറിംഗിൽ ഉണ്ടായ തർക്കം, 12 ഫ്രണ്ട്ലി മാച്ച് പോലെ നിങ്ങൾ പരസ്പരം സൗഹൃദ മത്സരം നടത്തി, അതും തിരിച്ചടിയായിട്ടുണ്ടാകാം. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ സ്വാധീനിച്ചത് കൊണ്ടാണ് നിങ്ങൾ തോറ്റതെന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ലല്ല, ഞാൻ പറഞ്ഞ അത് ഘടകമാണെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടല്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഈ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്. പക്ഷേ ഇപ്പം ഇവിടെ സൂചിപ്പിച്ചല്ലോ, വോട്ടിംഗ് ശതമാനവും അതുപോലെ തന്നെ ജയിച്ച സീറ്റുകളും സംബന്ധിച്ച് BJPയും RJDയും കിട്ടിയ 22% കിട്ടിയ RJD എത്ര സീറ്റ് ജയിച്ചു, 22% അടുത്ത് കിട്ടിയ BJP എത്ര സീറ്റ് ജയിച്ചു. അപ്പോൾ അവിടെയെല്ലാം ഈ പറയുന്ന ഓരോ നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ള കണക്കുകൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പഠനത്തിലൂടെ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അട്ടിമറി ഏത് രീതിയിൽ എവിടെയെല്ലാം നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുള്ളതും അത് ആ മുഴുവനായിട്ടുള്ള ഒരു സ്പിരിറ്റിനനുസരിച്ചല്ലായിരുന്നു എന്നുള്ളതും നമ്മളതിനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ 11ഓളം സീറ്റുകളിൽ സൗഹാർദ്ദ മത്സരം ഉണ്ടാകുന്നു. അത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്ന സീറ്റിൽ തന്നെ അത്തരത്തിൽ മത്സരം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഗൗരവത്തോടു കൂടി ഉള്ള സമീപനം എല്ലായിടത്തുനിന്നും ഉണ്ടായോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണല്ലോ. അപ്പോൾ ആ പരിശോധന പരിശോധിക്കേണ്ട കാര്യമാണ്. രാജീവ് നായർ, നിങ്ങൾ ഈ പറയുന്ന ഫ്രണ്ട്ലി മാച്ച് സംബന്ധിച്ച കാര്യങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയം, സീറ്റ് ഷെയറിംഗ് ഒക്കെ നിങ്ങൾ സംഘടനാതലത്തിൽ പരിശോധിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾ പൊതുസമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വേണം. അതായത് ഈ വോട്ടിലുണ്ടായ ഡിസ്പാരിറ്റി, വോട്ടിൻ്റെ എണ്ണത്തിലുണ്ടായ ഡിസ്പാരിറ്റി, അത് ഇന്ന് ദീപാങ്കർ ഭട്ടാചാര്യ ട്വീറ്റ് ചെയ്യുമ്പോഴാണ് ആ വിവരം പോലും മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കുന്നത്. 1. 2, ഈ 7.42 കോടി എന്നുള്ളത് 7.45 കോടിയായി മൊത്തം പോൾ ചെയ്ത വോട്ടായി മാറുന്ന വാർത്താക്കുറിപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ഉയരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അത് ഇന്നാണ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 ദിവസമായി. 2 ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അത് കണക്ക് പുറത്തുവിടുന്നത്. അത് നിങ്ങൾ അപ്പം ഫ്ലാഗ് ചെയ്യുന്നില്ല, ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഫ്ലാഗ് ചെയ്യുന്നില്ല. ഇപ്പോഴും ഈ സമയത്തും ആ തെരഞ്ഞെടുപ്പ് കണക്കിലെ ക്രമക്കേട് കോൺഗ്രസ് ഔദ്യോഗികമായി ഉയർത്തിയിട്ടേ ഇല്ല. അപ്പോഴും താങ്കളെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ 10,000 രൂപ വെച്ച് കൊടുത്തു, അപ്പോൾ സ്ത്രീകൾ കൂട്ടമായി വോട്ട് വന്നുകൊണ്ടാണ് ആ 10% പോളിംഗ് ശതമാനം കൂടിയെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല അജിംസെ, അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചോളം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി അതിനകത്ത് പറയണം എന്നുണ്ടെങ്കിൽ കണക്കുകൾ മുഴുവൻ ക്രോഡീകരിച്ചിട്ട് വേണം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ഞാൻ നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു. പക്ഷേ ഇത് ക്രോഡീകരിച്ചതിന് ശേഷം മാത്രമേ ഈ കണക്കുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ. അത് ക്രോഡീകരിക്കണമെങ്കിൽ എത്ര മാസം വേണം? നോക്കൂ രാജീവ് നായർ, മഹാരാഷ്ട്രയിലും കർണാടകയിലും വോട്ട് ചോരി നടന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങളത് പഠിച്ച് ജനങ്ങളോട് പറയുമ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പ് അപ്പീൽ കൊടുക്കാനുള്ള സമയം കഴിയാണ്. 45 ദിവസം കഴിയും. നിങ്ങൾ ഇതിന് പഠിച്ചു വരുമ്പോൾ അടുത്ത വർഷമാവും. അപ്പോഴത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ
ഈ ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെ മറികടക്കും? അതായത് നിങ്ങൾ ഇനി ഇത് പഠിച്ച് ഈ കണക്ക് പൂർണ്ണമായും ഒന്ന് പഠിച്ച് ഇന്ന സ്ഥലങ്ങളിലാണ് വോട്ട് ചോരി നടന്നത് എന്നൊക്കെ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി 2026 വിശദീകരിക്കുമായിരിക്കും. കോടതിയിൽ പോയിട്ട് കാര്യമില്ല.